ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമുക്കെല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് നമ്മുടെ വീഡിയോയിൽ നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാന്റെ ന്യൂ ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അത് നമ്മുടെ ലാലേട്ടന്റെ ലുക്ക് പോസ്റ്ററാണ്. ഇതാണ് ആ പോസ്റ്റർ. അപ്പോ ആ പോസ്റ്ററിന്റെ ഉള്ളടക്കം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അറ്റ് യുവർ ഹയസ്റ്റ് മൂമെന്റ് ബി കെയർഫുൾ, ദാറ്റ്സ് വെൻ ദ ഡെവിൾ കംസ് ഫോർ യു. വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. നിങ്ങളുടെ ഏറ്റവും ഉയർന്ന നിമിഷത്തിൽ നിങ്ങൾ സൂക്ഷിക്കുക, കാരണം ആ സമയത്താണ് പിശാച്, ഡെവിൾ നിങ്ങളെ തേടിയെത്തുന്നത്. ഈ വരികൾ എവിടെ നിന്ന് ഉണ്ടായി എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലെ ഒരു ചോദ്യമായിരിക്കും. ഇത് മറ്റെങ്ങും നിന്നല്ല, ഓസ്കാർ വേദിയിൽ നിന്നാണ് ഈ വാക്കുകൾ വന്നിട്ടുള്ളത്. അതിന് കാരണമായ സംഭവം എന്ന് പറയുന്നത് മാർച്ച് 27, 2022 അന്നായിരുന്നു ഓസ്കാർ അവാർഡുകൾ സമ്മാനിക്കുന്ന ഡേ. 2022 ഓസ്കാറിലെ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് വിൽ സ്മിത്ത് ആയിരുന്നു. കിങ് റിച്ചാർഡ് എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ ഓസ്കാർ നേടിയ നടനാണ് വിൽ സ്മിത്ത്. അപ്പോ ആ വേദിയിൽ വെച്ച് കൊമേഡിയനായിട്ടുള്ള ക്രിസ് റോക്കിനെ വിൽ സ്മിത്ത് അടിക്കുകയുണ്ടായി. ആ ആക്രമണങ്ങളിൽ സത്യം പറഞ്ഞാൽ ആ ഓസ്കാറിന്റെ ഗ്ലാമർ തന്നെ മങ്ങി എന്ന് വേണം പറയാൻ. വിൽ സ്മിത്തിന്റെ ആ ഒരു നീക്കത്തെ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ വിമർശനത്തിനിരയാക്കി. അദ്ദേഹത്തിന്റെ പതിറ്റാണ്ടുകളുടെ പ്രയത്നത്തിലൂടെ നേടിയെടുത്ത ആ ഒരു ഓസ്കാർ അവാർഡിന്റെ ശോഭ നശിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തി. ഡെൽസൺ വാഷിംഗ്ടൺ എന്ന വ്യക്തി വിൽ സ്മിത്തിനോട് പറഞ്ഞ വാക്കുകളാണ് എമ്പുരാന്റെ ഈ പോസ്റ്ററിൽ കാണുന്നത്. ഈ പോസ്റ്ററിൽ ആ വേർഡ്സുകൾ വരുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് രീതിയിൽ ചിന്തിക്കാനായിട്ട് കഴിയും. ഒന്ന്, എമ്പുരാൻ എന്ന് പറഞ്ഞ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് നെഗറ്റീവുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഈ സിനിമയെയും സിനിമാ പ്രവർത്തകരെ ബാധിക്കാനുള്ള ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ കെയർഫുൾ ആയിട്ട് എമ്പുരാൻ ടീം നിൽക്കേണ്ടത്. അപ്പോൾ ആ ഒരു ചിന്തകളുടെ പുറത്തായിരിക്കും ചിലപ്പോൾ ഈ പോസ്റ്ററിൽ ആ വേർഡ്സുകൾ ഉൾപ്പെടുത്തിയത്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിലും ഈ വേർഡുകളെ വ്യാഖ്യാനിക്കാം. കാരണം ആ പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഡെവിൾ നമ്മുടെ സ്വന്തം എമ്പുരാൻ ലാലേട്ടനെ സൂചിപ്പിച്ച് പറയുകയാണെങ്കിൽ, ആ കാണിച്ചിരിക്കുന്ന പോസ്റ്ററിലെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ചർച്ചാണെന്നാണ് തോന്നുന്നത്. അതിന്റെ മെയിൻ വാതിലാണ് നമ്മൾ കാണുന്നത്. അപ്പോ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ ഡെവിളിന്റെ എൻട്രി ഉണ്ടാകും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എമ്പുരാന്റെ അപ്ഡേറ്റുകൾ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വാരിപ്പറക്കിയിട്ട് കത്തിക്കുകയാണ്. എമ്പുരാൻ റിലീസ് മാറ്റിയോ, എമ്പുരാൻ എന്താണ് പറ്റിയത്, എമ്പുരാനും ലൈക്കയും തമ്മിലുള്ള പ്രശ്നമാണ്. അങ്ങനെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ ഗസ് ചെയ്തുകൊണ്ട് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്പ്രെഡ് ന്യൂസുകൾക്ക് മുകളിലൂടെ പറന്നുകൊണ്ട് 27-ന് എമ്പുരാൻ എത്തും, അല്ലെങ്കിൽ ഡെവിൾ പറന്നിറങ്ങും എന്നുള്ളതായിരിക്കാം ആ പോസ്റ്ററിൽ ചിലപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോ മാർച്ച് 27-ന് തന്നെ നമ്മുടെ ഡെവിൾ എമ്പുരാൻ തിയേറ്ററുകളിൽ പറന്നിറങ്ങട്ടെ എന്നുള്ള ആശംസയോട് കൂടി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.